ഉണക്കമുള്ളൻ വെച്ചുകൊണ്ട് ഒരു മീൻചാറാണ് പരിചയപ്പെടുത്തുന്നത്. പാലക്കാടൻ മീൻപുളി. ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 1/4 കിലോ ഉണക്കമുള്ളൻ മീൻ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉപ്പ് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കറിയിൽ ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുകൊണ്ടാണ്. ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളി അല്ലിയും 1 പച്ചമുളകും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് അരമുറി നാളികേരം, 2 ടീസ്പൂൺ പച്ചമല്ലി, 1 പിടി കറുവേപ്പില, 3 വറ്റൽമുളക്, 2-3 കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളകും 4 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. നാളികേരവും മല്ലിയും കറുവേപ്പിലയും വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി നല്ല പോലെ വറുത്ത് നമുക്ക് അരച്ചെടുക്കാം. നാളികേരം വേറെ അരച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതൊന്നും അരയുകയില്ല. ഇതെല്ലാം ആദ്യം വറുത്തരയ്ക്കണം. കൂടെ ഈ നാളികേരം വറുത്തതും ചേർത്തി നമുക്ക് അരച്ചെടുക്കാം. മുള്ളൻ മീൻകറി മീൻചാറ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മുതിര അതിൽ കിടക്കണം. ഇപ്പോൾ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറുവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചേ ചേർക്കാവൂ, കാരണം മീനിൽ ഉപ്പ് ഉണ്ടാവും. അപ്പം ഞാനൊരു കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മൊരിഞ്ഞു വരട്ടെ. ഉള്ളികളും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തപ്പോൾ വേഗം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള നാളികേരമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു. കറി വല്ലാതെ കുറുകാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം മതിയാകും. ഒന്ന് ഇളക്കിയ ശേഷം ഈ ഒരു മീൻചാറിൻ്റെ പ്രധാന ഘടകമായ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കറുത്ത പുളിയാണ്. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതും നമ്മൾ തുറന്നു നോക്കണം, അല്ലെങ്കിൽ ഇത് പൊന്തിച്ചാടി പോവും. അപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഇത് വെച്ച ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടത് ചോറിലേക്ക് കൂട്ടിയാൽ മതി. എന്നാലാണ് ഇതിലെല്ലാം പിടിക്കുക, പുളിയും ഉപ്പും മുളകും ഒക്കെ. ഇപ്പം നല്ല ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുള്ളനെ ചേർത്ത് കൊടുക്കാം. സോഡിയം കുറയുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു കറി നല്ലതാണ്. ഉപ്പുള്ള മീനാണ്. ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, പൊന്താതെ നോക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കുകയാണ്. ആഹാ, കറിക്ക് നല്ല മണമായി വന്നിട്ടുണ്ട്. മുള്ളമീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്.
പുളി പാകത്തിന് ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പും, മീനിൽ ഉപ്പുണ്ട്, അതിനനുസരിച്ചിട്ട് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മല്ലിയില ഇങ്ങനെ തൂവി കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും കറിക്ക്. എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോറിന് വിളമ്പിയാൽ മതി. ട്രൈ ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ.